കൃഷി കഴിഞ്ഞു വന്ന കർഷകൻ ഒരു നായുടെ മുകളിൽ ഒരു നായ്ക്കുട്ടി കിടന്ന് കരയുന്നത് കണ്ടു. അടുത്തു ചെന്നപ്പോൾ ആ നായി ചത്തിരുന്നു എന്ന് കർഷകൻ മനസ്സിലാക്കി. അയാൾ ആ നായ്ക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി. കർഷകൻ ജോലി കഴിഞ്ഞ് കുളിക്കുവാൻ പോകുമ്പോൾ ഈ നായയും കൂടെ പോകും. ഒരിക്കൽ കർഷകൻ അവിടെ കിടന്ന ഒരു കമ്പെടുത്ത് നദിയിലിട്ടു. അത് തൻ്റെ യജമാനൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പോയതാണെന്ന് കരുതി നായി വെള്ളത്തിലൂടെ നടന്നു ചെന്ന് അത് എടുത്തുകൊണ്ടുവന്നു. നായി വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട കർഷകൻ വീണ്ടും ആ പരീക്ഷണം ആവർത്തിച്ചു. നായി വീണ്ടും അങ്ങനെ ചെയ്തു. വെള്ളത്തിലൂടെ നടക്കുന്ന നായയെ എല്ലാവർക്കും കാട്ടിക്കൊടുക്കണമെന്ന് അയാൾ കരുതിയെങ്കിലും ആദ്യം ഒരു സുഹൃത്തിനെ മാത്രം കാണിക്കുവാൻ തീരുമാനിച്ചു. നായി വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ട ആ സുഹൃത്ത് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഇരിക്കുന്നത് കണ്ട അയാൾ സുഹൃത്തിനോട് നായി വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, കണ്ടു, ഞാനത് ചിന്തിക്കുകയായിരുന്നു. തൻ്റെ നായ്ക്ക് നീന്താൻ അറിയില്ല അല്ലേ? നായുടെ അത്ഭുത പ്രവൃത്തി എല്ലാവരെയും കാട്ടുവാനിരുന്ന അയാൾ പിന്നീട് അതിനൊരുങ്ങിയില്ല. ഒരേ കാര്യം വ്യത്യസ്ത ആളുകൾ വ്യത്യസ്തങ്ങളായി കാണുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ മനസ്സിലാകുന്നത്. നായയുടെ വെള്ളത്തിലൂടെ ഉള്ള നടപ്പ് ഒരു അതിശയമായി കർഷകന് തോന്നിയപ്പോൾ സുഹൃത്തിന് അതിൻ്റെ കഴിവില്ലായ്മയാണ് കാണാൻ കഴിഞ്ഞത്. നമ്മെ മറ്റുള്ളവർ കാണുന്നതും ഇങ്ങനെയാണ്. നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്. നാം നമ്മെ തന്നെ മഹത്വമുള്ളവരായി കാണുന്നുവെങ്കിലും മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാവാം. മിക്കപ്പോഴും മറ്റുള്ളവർ നമ്മുടെ ശ്രേഷ്ഠതകളേക്കാൾ ബലഹീനതകളെ കാണുവാനാണ് സാധ്യത. എല്ലാവരും ഇങ്ങനെയാണ് എന്ന് പറയാം. സ്വന്തം മഹത്വവും അപരൻ്റെ ന്യൂനതകളുമാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ സ്വന്തം ന്യൂനതകളും അപരൻ്റെ മഹത്വവും കാണാൻ കഴിയുന്ന കണ്ണുകളുള്ളവർ നിശ്ചയമായും ഉന്നതരായിത്തീരും. ജീവിതത്തിൽ യാതൊരു ന്യൂനതയുമില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ലല്ലോ. എന്നാൽ മഹത്വത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം ജീവിതത്തിലെ ന്യൂനതകളെ കണ്ടെത്തി പരിഹരിക്കുന്നതാണ് മഹത്വത്തിലേക്കുള്ള പ്രയാണത്തിനാവശ്യം. ന്യൂനതകളെ കണ്ടെത്തുവാൻ കഴിയാതെ ഒരിക്കലും അവയെ പരിഹരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ കുറവുകളെ സ്വയം മനസ്സിലാക്കുവാൻ കഴിയാത്തവർ തങ്ങൾ മഹത്തുക്കൾ എന്ന് കരുതാതെ മറ്റുള്ളവരുടെ വിമർശനങ്ങളെ മനസ്സിലാക്കി ജീവിതത്തെ തിരുത്തുവാൻ ശ്രമിക്കണം.